ഇന്ന് നമ്മൾ രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചേട്ടായി രാവിലെ ഡ്യൂട്ടിക്ക് ഇറങ്ങിയ ഒപ്പം തന്നെ നമ്മളും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ചേട്ടായി കാണിച്ചാറ് വരെ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് ഞാനും പിള്ളേരും കൂടിയിട്ട് ബസ്സിനാട്ടോ പോയത്. അവിടുന്ന് നേരെ എൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ പോകുന്നത്. കൊട്ടിയൂരാണ് കേട്ടോ എൻ്റെ വീട്. അപ്പോൾ ഒത്തിരി മലയുടെ മണ്ടയിലാണ് വീട്. അപ്പോൾ നമ്മൾ ഓട്ടോ വിളിച്ചാണ് കേട്ടോ പോകുന്നത്. കാടിനോട് സൈഡ് ചേർന്നാണ് വീട്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് അതാ ഒരു കുരിശുപള്ളിയും കൂടെ നമ്മുടെ വീടിൻ്റെ അടുത്തായിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷം കുരിശിൻ്റെ വഴി ഇങ്ങോട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അന്ന് കൊണ്ടുവന്നിട്ട കുരിശാണ് ഈ കിടക്കുന്നതെല്ലാം. പിന്നെയും കുറച്ചും കൂടെ ദൂരം നമുക്ക് മേലോട്ട് പോകാനുണ്ട്. അപ്പോൾ നമ്മുടെ വീടെത്താനായിട്ടുണ്ട് കേട്ടോ. ഈ താഴെ കാണുന്നതെല്ലാം നമ്മുടെ പറമ്പാണേ. തോടും എല്ലാം താഴോട്ടുണ്ട്. അപ്പം അങ്ങനെ നമ്മുടെ വീടെത്തി. ഇതാണ് കേട്ടോ എൻ്റെ വീട്. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഫുഡെല്ലാം കഴിച്ച് മുറ്റത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പം നമ്മുടെ വീടിൻ്റെ മുന്നിൽ മുഴുവൻ ഇതാ മാവ് പൂത്ത് നിൽക്കുന്നു. നിറച്ചും കണ്ണിമാങ്ങ ഉണ്ടായിട്ടുണ്ട്. എല്ലാ വർഷവും ഈ മാവ് പാട്ടം കൊടുക്കലാണ് കേട്ടോ ചെയ്യാറ്. പിന്നെ അത് കുറച്ച് അപ്പുറത്തായിട്ട് കാപ്പിക്കുരു എല്ലാം ഉണ്ട്. കാപ്പിക്കുരു ഒരു വർഷം നമ്മൾ മേടിക്കലില്ല കേട്ടോ. കാപ്പിപ്പൊടി എല്ലാ വർഷവും കാപ്പിക്കുരു ഇങ്ങനെ പറിച്ചിട്ട് ഉണക്കി പൊടിപ്പിക്കലാണ്. അതുപോലെ തന്നെ ഇതാ പയർ നട്ട് വെച്ചിട്ടുണ്ട്. പയർ നട്ടിതാ ഇത്രയും കിളുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ കുറേ ഇലകൾ മുഴുവൻ കടിച്ച് തിന്നിട്ടുണ്ട്. എന്താണെന്നറിയാവോ? കാട്ടാട് ഇറങ്ങിയിട്ട് മുഴുവൻ ഇലയും കടിച്ച് പുല്ല് തിന്നുന്ന പോലെ തിന്ന് വെച്ചിരിക്കുക. അമ്മ അപ്പോൾ അതെല്ലാം ഇങ്ങനെ കെട്ടി കൊടുക്കുന്നുണ്ട് വള്ളിയിൽ. താഴോട്ട് കാണുന്ന മുഴുവനും കൊക്കോയാണ് കേട്ടോ. അത് കുറേ കാട് കയറിയിട്ട് മൂടി കിടക്കുക. ഇത് നമ്മുടെ ഇഞ്ചി പറിക്കാനായിട്ടില്ലെന്നാണ് പറഞ്ഞത്. അങ്ങനെ നമ്മൾ തിരിച്ച് ഇറങ്ങി വരുന്ന വഴിക്ക് ഇതാ ജാതിക്ക. എല്ലാവരുടെയും വീട്ടിലുണ്ടോ ജാതിക്ക? നമ്മുടെ ഇവിടെ എല്ലാ വീടുകളിലും തന്നെ ഈ ജാതിക്ക ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഒരു വട്ടം പറിച്ച് കഴിഞ്ഞിട്ട് രണ്ടാം ട്രിപ്പ് ആയതാണിത്. പിന്നെ കുരുമുളകും ഉണ്ട്. കുരുമുളകും പറിക്കാനായിട്ടില്ല. പിന്നെ ഇത് കണ്ടോ, ഇത് വാഴക്കൊല. ഇതെന്തിനാണ് ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുന്നതെന്ന് അറിയാമോ? ഈ വാഴക്കൊല കുരങ്ങ് കാരണമാണ് കേട്ടോ. കുരങ്ങിൻ്റെ ശല്യം ഭയങ്കരമാണ്. നമ്മുടെ ആൾക്കാരുടെ അനക്കമൊന്നും കേട്ടിട്ടില്ല എങ്കിൽ അന്നേരം തന്നെ കുരങ്ങ് വന്ന് ഈ വാഴക്കൊലയും അതുപോലെ ഇത് ആത്തച്ചക്കയൊക്കെ കണ്ടോ, ഇതെല്ലാം ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുവാണ്. ഇല്ലെങ്കിൽ എല്ലാവരും വന്ന് പറിച്ച് എടുത്തുകൊണ്ട് പോകും. അപ്പോൾ ഇത് നമ്മൾ ആത്തച്ചക്ക കഴിച്ച് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും നാട്ടിൽ ഈ ആത്തച്ചക്കയ്ക്ക് എന്താ പറയുന്നതെന്ന് പറയണേ. പിന്നെ ഇത് കണ്ടോ വെള്ളം പോകുന്നത്, ഇതുപോലെ വെള്ളം പോകുന്നത് കണ്ടോ. ഇഷ്ടം പോലെ വെള്ളമുണ്ട്. ഇത് നമ്മൾ കാട്ടിൽ നിന്നാണ് കേട്ടോ കൊണ്ടുവരുന്നത്. വെള്ളം ചുമ്മാതെ ഇങ്ങനെ പൈപ്പിൽ കൂടി ഒഴുകി പോയിക്കൊണ്ടേയിരിക്കും ആവശ്യം കഴിഞ്ഞ് കഴിയുമ്പോൾ. അതിന് ഇത് ഓരോ തെങ്ങിൻ്റെ ചുവട്ടിലോട്ടും പൈപ്പിട്ട് തെങ്ങിൻ്റെ മാവിൻ്റെയൊക്കെ ചുവട്ടിലേക്ക് പൈപ്പിട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ ഇതാണ് നമ്മുടെ അടുക്കള വശം. നമ്മൾ കയറി വരുന്നത് ഇങ്ങോട്ടേക്കാണ്. പിന്നെയാണ് നമ്മുടെ മുൻവശത്തോട്ട് പോകുന്നത്. ഇത് നമ്മുടെ വീട്ടിലോട്ട് വരുന്ന വഴിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.